അതെ, റൈസ് കുക്കറിൽ ചോറ് മാത്രമല്ല നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്, വേറെയും കുറേ ഉപയോഗങ്ങളുണ്ടെന്നൊരു വീഡിയോ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന റൈസ് കുക്കറിൽ ചോറിനോടൊപ്പം തന്നെ നമുക്ക് കറികളും തയ്യാറാക്കി എടുക്കാമെന്നുള്ളത്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെറും 10 മിനിറ്റിനുള്ളിലാണ് കേട്ടോ നമ്മൾ ഈ ചോറും കറിയും ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. രാവിലെ ഹറിബറി ആയിട്ടൊക്കെ ഓഫീസിൽ പോകുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇതിൻ്റെ ഈ ഒരു റിങ് നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യുമെന്നുള്ളത്. ഇത് നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഞാനിത് രണ്ടാമത് വാങ്ങിച്ച റിങ്ങാണ്. ആദ്യം തന്നെ നമ്മൾ അരി ഇടാനുള്ള വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ വിറകടുപ്പിലൊക്കെ അരി വേവിക്കുന്നത് പോലെ അടച്ചിട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്ത് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഞാനിന്ന് എടുത്തിരിക്കുന്നത് ജയയുടെ അരിയാണ് കേട്ടോ. നല്ല വേവുള്ള അരിയാണ്. ഞാനിത് 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ചോറിനൊപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബീൻസിൻ്റെ ഉപ്പേരിയും പരിപ്പ് കുത്തിക്കാച്ചിയതുമാണ്. അതിന് വേണ്ടിയിട്ട് ബീൻസും സവാളയും ഒക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് ഞാൻ തലേന്ന് രാത്രിയിൽ കുതിരാനിട്ടിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ കുതിരാനിട്ടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാലും മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പരിപ്പ് കുത്തിക്കാച്ചിയത് തയ്യാറാക്കാനായിട്ട് സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാത്രിയിൽ നമ്മളിപ്പം ചെയ്യുന്നത് പോലെ റെഡിയാക്കി റൈസ് കുക്കറിൽ വെച്ചിരിക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് പണി എളുപ്പമായിരിക്കും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെള്ളം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കലത്തിനുള്ളിൽ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിനി അരി തിളച്ച് വരുന്ന ആ ചൂടുവെള്ളം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പരിപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ പരിപ്പ് കുത്തിക്കാച്ചിയത് തയ്യാറാക്കുന്നേ ഉള്ളൂ. സാമ്പാറോ അല്ലെങ്കിൽ അവിയലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് നമ്മളെ കലത്തിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ചോറ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളും വെന്ത് കിട്ടും. ഇനി ആ പാത്രത്തിന് മുകളിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസിൻ്റെ കഷ്ണങ്ങളും സവാളയും കൂടെ വെച്ച് കൊടുക്കുന്നത്. ബീൻസ് വെന്ത് വരാനായിട്ട് അത്യാവശ്യം നല്ല സമയമെടുക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം ബീൻസിൻ്റെ ഉപ്പേരി പോലും ഈ ഒരു പാത്രത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെങ്കിൽ വേറെ ഏത് പച്ചക്കറിയുടെ ഉപ്പേരിയും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് ബീൻസ് തന്നെ തോരൻ വെക്കാനായിട്ട് എടുത്തത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീൻസ് എല്ലാം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കലത്തിൻ്റെ മൂടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല പോലെ അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റ് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഒരു കലം റൈസ് കുക്കറിൽ വെച്ച് കൊടുക്കാം. ദേ ഇപ്പം ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ ബീൻസ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 40% നമ്മുടെ ബീൻസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ റൈസ് കുക്കറിലിരുന്ന് വെന്തോളും. ഇനി നമ്മുടെ പരിപ്പിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടി നോക്കാം. ഇതേ നമ്മുടെ പരിപ്പും ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കണം. അടുക്കള ജോലിയൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ബന്ധുവീടുകളിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ 10 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ തിരിച്ചു വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചോറും കറിയും ഒക്കെ റെഡി ആയിരിക്കും. കാരണം നമ്മളിത് ഇതുപോലെ എടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ഇതുപോലെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ബീൻസും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് റൈസ് കുക്കർ തുറന്ന് നോക്കിയാണ് ബീൻസ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പം ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സ്പൂണിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പം നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്നത് പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ചോറിൻ്റെ അവസ്ഥ കൂടി ഒന്ന് നോക്കാം. ഈ ഒരു പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു ടവലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, കയ്യിൽ വീഴാണ്ട്. നമ്മുടെ ചോറും നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ജയയുടെ അരിയാണ് നമ്മൾ എടുത്തത്, എന്നിട്ട് കൂടി നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അരി ഞാൻ ഇതുപോലെ എടുത്തങ്ങ് അടച്ചിടുകയാണ് കേട്ടോ. നിങ്ങൾക്കിനി കുറച്ചും കൂടെ വേവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10-20 ചുമന്നുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതേ സമയം തന്നെ ഞാൻ മറ്റൊരു അടുപ്പിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീൻസ് ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഉപ്പേരി തയ്യാറാക്കുന്നത് പോലെ റെഡിയാക്കി എടുത്താൽ മതി. വെന്ത ബീൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ജോലി കഴിഞ്ഞ് കിട്ടും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കുത്തിക്കാച്ചയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ പരിപ്പ് കുത്തിക്കാച്ചത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിനൊപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ബീൻസിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ചതച്ച് വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മുടെ ബീൻസ് തോരനും പരിപ്പ് കുത്തിക്കാച്ചിയതും റെഡി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ എന്തിൻ്റെ തോരനും നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ സാമ്പാറോ അവിയലോ ഒക്കെ റെഡിയാക്കണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒഴിച്ചുകറി തയ്യാറാക്കാനാണെങ്കിലും പരിപ്പിനോടൊപ്പം തന്നെ അതുകൂടി ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സൂത്രപ്പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയവും ലാഭമാവും, അതുപോലെ തന്നെ ഗ്യാസും ലാഭമായിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ 2 കറിയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ചോറും ഞാൻ അടച്ചിട്ട് കഴിഞ്ഞു. രാവിലെയൊക്കെ ഹറി ബറിയെന്ന് ജോലി സ്ഥലത്തേക്ക് ഓടുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകൾ മറ്റുള്ളവരിലേക്കും എത്തുകയുള്ളൂ. ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. മാത്രമല്ല ഒരു ലൈക്കും കൂടി തന്നോളൂ. അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.